നമ്മൾ നേഴ്സിംഗിൽ ഒരുപാട് ഡേറ്റ കൈകാര്യം ചെയ്യാറുണ്ടല്ലേ? പേഷ്യൻസിൻ്റെ വിവരങ്ങൾ, ചികിത്സയുടെ ഫലങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ഈ ഡേറ്റയൊക്കെ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ആ അളവുകോലുകൾ ശരിക്കും സത്യം തന്നെയാണോ പറയുന്നത്? ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ഒരു നിമിഷം ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു രോഗി വീഴാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടെത്താനുള്ളൊരു സ്കെയിൽ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ആ സ്കെയിൽ തെറ്റായ വിവരമാണ് നൽകുന്നതെങ്കിലോ? ശരിക്കും വീഴാൻ സാധ്യതയുള്ള ഒരാളെ സേഫ് എന്ന് കാണിക്കുന്നു. ഒരു കുഴപ്പമില്ലാത്ത ആൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറയുന്നു. എന്തായിരിക്കും അതിൻ്റെ ഫലം? അത് രോഗിയുടെ സുരക്ഷയെ തന്നെ അപകടത്തിലാക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണവും എത്രത്തോളം കൃത്യമായിരിക്കണം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇവിടെയാണ് വാലിഡിറ്റി എന്ന വാക്കിന് വലിയ പ്രസക്തി വരുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു ഉപകരണം അതിന്റെ ലക്ഷ്യം എത്രത്തോളം സത്യസന്ധമായി കൃത്യമായി നിറവേറ്റുന്നു, അതാണ് വാലിഡിറ്റി. ഒരു കാര്യം ഓർക്കണം, വാലിഡിറ്റി എന്നത് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന രീതിയിലുള്ള ഒന്നല്ല. അതൊരു കണ്ടിന്യൂസ് സ്കെയിൽ പോലെയാണ്. ഒരു ഉപകരണത്തിന് എത്രത്തോളം വാലിഡിറ്റി ഉണ്ട് എന്നാണ് നമ്മൾ എപ്പോഴും പരിശോധിക്കുന്നത്. ഈ ആശയം മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണിത്. നമുക്കൊരാളുടെ പനി നോക്കണമെങ്കിൽ ഒരു ക്ലിനിക്കൽ തെർമോമീറ്റർ എടുക്കും, അല്ലേ? കാരണം ആ ജോലിക്ക് അത് ഏറ്റവും അനുയോജ്യമായ ഉപകരണമാണ്, അതിന് വാലിഡിറ്റിയുണ്ട്. പക്ഷേ അതേ പനി അളക്കാൻ നമ്മൾ BP അപ്പാരറ്റസ് അഥവാ സ്പിഗ്മോമാനോമീറ്റർ ഉപയോഗിക്കുമോ? ഒരിക്കലുമില്ല. കാരണം ആ ആവശ്യത്തിന് അതൊട്ടും യോജിച്ചതല്ല. ശരിയായ ജോലിക്ക് ശരിയായ ഉപകരണം, അതാണ് വാലിഡിറ്റിയുടെ അടിസ്ഥാന തത്വം. ശരി, അപ്പോൾ ഒരു ഉപകരണത്തിന് വാലിഡിറ്റി ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതിന് പല വഴികളുണ്ട്. നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ 2 പരിശോധനകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു വീടിന്റെ അടിത്തറയും ചുമരും പോലെയാണിത്. ആദ്യത്തേത് കണ്ടന്റ് വാലിഡിറ്റി. ഒരു വിഷയത്തെക്കുറിച്ച് പൂർണ്ണമായി പഠിക്കാനാണ് നമ്മൾ ഒരു ഉപകരണം ഉണ്ടാക്കുന്നതെങ്കിൽ ആ വിഷയത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിലെ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനെയാണ് കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഒന്നും വിട്ടുപോയിട്ടില്ല എന്നുറപ്പുവരുത്തുക, അത്ര തന്നെ. അപ്പോൾ ഇത് വെറുതെ തോന്നുന്ന പോലെ ചെയ്യുന്ന ഒന്നല്ല കേട്ടോ. ഇതിന് കൃത്യമായ ഒരു രീതിയുണ്ട്. ആദ്യം നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നു. പിന്നീട് ആ വിഷയത്തിലെ വിദഗ്ധരുടെ ഒരു ടീമിനെ കൊണ്ടുവന്ന് ഓരോ ചോദ്യവും എത്രത്തോളം പ്രസക്തമാണ്, പ്രധാനപ്പെട്ടതാണ് എന്ന് വിലയിരുത്തിക്കുന്നു. അവരുടെ എല്ലാം അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സ്കോർ കണക്കാക്കും. ഇതൊരു ചിട്ടയായ ക്വാളിറ്റി ചെക്ക് പോലെയാണ്. നഴ്സിംഗിൽ നിന്നുള്ള ഒരു ഉദാഹരണം നോക്കാം. ഹെപ്പറ്റൈറ്റിസ് ബിയെക്കുറിച്ച് നഴ്സുമാർക്ക് എത്രത്തോളം അറിവുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ചോദ്യാവലി ഉണ്ടാക്കുന്നുവെന്ന് വിചാരിക്കുക. അപ്പോൾ പബ്ലിക് ഹെൽത്തിലെയോ മെഡിസിനിലെയോ വിദഗ്ധർ ആ ചോദ്യങ്ങൾ പരിശോധിച്ച് രോഗത്തെക്കുറിച്ചുള്ള എല്ലാ പ്രധാന കാര്യങ്ങളും, അതിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സ, പ്രതിരോധം, ഇതെല്ലാം അതിലുണ്ടെന്ന് ഉറപ്പുവരുത്തും. ഇതാണ് കണ്ടന്റ് വാലിഡിറ്റി പ്രായോഗിക തലത്തിൽ ചെയ്യുന്നത്. അടുത്തത് ഫേസ് വാലിഡിറ്റി. ഇതാണ് ഏറ്റവും ലളിതമായ പരിശോധന. ഒരു ഉപകരണം കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ അത് അളക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണോ അളക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? അതാണിവിടുത്തെ ചോദ്യം. ഉദാഹരണത്തിന്, നഴ്സിംഗ് വിദ്യാർത്ഥികളോട് ട്രക്യോസ്റ്റമി കെയറിനെക്കുറിച്ചുള്ളൊരു പരീക്ഷ കഴിഞ്ഞിട്ട് ഈ പരീക്ഷ നിങ്ങളുടെ അറിവ് ശരിക്കും അളന്നതായി തോന്നിയോ എന്ന് ചോദിക്കുന്നത് പോലെ. അപ്പോൾ ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനസ്സിലായല്ലോ, അല്ലേ? കണ്ടന്റ് വാലിഡിറ്റി എന്നത് വിദഗ്ധർ നടത്തുന്ന ആഴത്തിലുള്ള വസ്തുനിഷ്ഠമായ ഒരു പരിശോധനയാണ്. എന്നാൽ ഫേസ് വാലിഡിറ്റി എന്നത് ഉപരിപ്ലവമായ ആത്മനിഷ്ഠമായ ഒരു ആദ്യകാഴ്ച മാത്രമാണ്. ഒന്ന് കൂടുതൽ ശാസ്ത്രീയമാണെങ്കിൽ മറ്റേത് ഒരു ലുക്ക് ആൻഡ് ഫീൽ ടെസ്റ്റ് പോലെയാണ്. ഇതുവരെ നമ്മൾ കണ്ടത് ഒരു ഉപകരണത്തിന്റെ ഉള്ളടക്കവും അതിന്റെ പുറമോടിയുമാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. ഉപകരണം അളക്കുന്നത് ശരിയായ ആശയത്തെ തന്നെയാണോ, അതിന്റെ ആത്മാവ് ശരിയാണോ എന്ന് പരിശോധിക്കാം. ഇതാണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി. സ്നേഹം, ധൈര്യം, അറിവ്, ഉത്കണ്ഠ, ഇതൊന്നും നമുക്കൊരു ടേപ്പ് വെച്ച് അളക്കാൻ പറ്റില്ലല്ലോ. ഇത്തരം അമൂർത്തമായ ആശയങ്ങളെ അഥവാ കൺസ്ട്രക്റ്റുകളെയാണോ നമ്മുടെ ഉപകരണം ശരിക്കും അളക്കുന്നത് എന്നുറപ്പിക്കുന്നതിനെയാണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇത് തെളിയിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു മികച്ച ടെക്നിക്കാണ് നോൺ ഗ്രൂപ്പ് ടെക്നിക്. അതായത്, ഒരു വിഷയത്തിൽ വ്യത്യസ്ത തലത്തിലുള്ള അറിവോ മനോഭാവമുള്ള ഗ്രൂപ്പുകളെ നമ്മൾ കണ്ടെത്തുന്നു. എന്നിട്ട് അവരിൽ ഈ ഉപകരണം പരീക്ഷിച്ചു നോക്കുന്നു. നമ്മുടെ പ്രതീക്ഷ പോലെ തന്നെയാണോ ഫലം വരുന്നതെന്ന് പരിശോധിക്കുന്നു. ഈ സ്ലൈഡിലെ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. ഇത് ആ ടെക്നിക് വളരെ ലളിതമായി കാണിച്ചു തരുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബിയെക്കുറിച്ചുള്ള അറിവ് അളക്കുന്ന അതേ ചോദ്യാവലി നമ്മൾ ഡിപ്ലോമ, ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നു എന്ന് കരുതുക. സ്വാഭാവികമായും വിദ്യാഭ്യാസം കൂടുന്തോറും അറിവ് കൂടണം. ഈ ചാർട്ടിൽ കാണുന്നതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉയർന്ന സ്കോറും ഡിപ്ലോമക്കാർക്ക് കുറഞ്ഞ സ്കോറും കിട്ടിയാൽ നമുക്കുറപ്പിക്കാം നമ്മുടെ ഉപകരണം ശരിയായ കാര്യമാണ് അളക്കുന്നതെന്ന്. അതിന് കൺസ്ട്രക്റ്റ് വാലിഡിറ്റിയുണ്ട്. ഇനി നമുക്ക് ഒരു ഉപകരണത്തിന്റെ പ്രകടനം അല്ലെങ്കിൽ
അതിന്റെ പ്രായോഗികത പരിശോധിക്കുന്ന ഒരു രീതിയിലേക്ക് വരാം. ഇതിനെ പലരും ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് പരിശോധനയായിട്ടാണ് കാണുന്നത്. ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി വളരെ ലളിതമായൊരു ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങളുടെ ഉപകരണത്തിൽ നിന്ന് കിട്ടുന്ന സ്കോർ കൊണ്ട് യഥാർത്ഥ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതായത് ആ സ്കോറിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു വസ്തുതയുമായി, ഒരു മാനദണ്ഡവുമായി ബന്ധമുണ്ടോ? ഇതിൽ 2 പ്രധാന തരങ്ങളുണ്ട്. ഒന്ന്, പ്രെഡിക്റ്റീവ് വാലിഡിറ്റി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ഭാവിയിലെ ഒരു കാര്യം പ്രവചിക്കാൻ സഹായിക്കുന്നു. 2, കൺകറന്റ് വാലിഡിറ്റി. ഇത് ഇപ്പോഴുള്ള ഒരു സാഹചര്യവുമായി നമ്മുടെ സ്കോറിന് താരതമ്യം ചെയ്യുന്നു. ഭാവി, വർത്തമാനം. അതാണ് ഇവിടുത്തെ പ്രധാന വ്യത്യാസം. ഈ ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചാൽ സംഭവം വളരെ വ്യക്തമാകും. പ്രായമായ രോഗികളിൽ വീഴ്ചാസാധ്യത അളക്കുന്ന ഒരു സ്കെയിൽ ഭാവിയിൽ ആര് വീഴാൻ സാധ്യതയുണ്ടെന്ന് കൃത്യമായി പ്രവചിക്കുന്നുണ്ടെങ്കിൽ ആ സ്കെയിലിന് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി ഉണ്ട്. ഇനി നമ്മൾ പുതിയതായി ഉണ്ടാക്കിയ ഒരു സെൽഫ് എസ്റ്റീം സ്കെയിലിലെ സ്കോറും അതേസമയം നമ്മൾ നടത്തുന്ന ഒരു കോപ്പിംഗ് സ്കെയിലിലെ സ്കോറും തമ്മിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ അതിന് കൺകറന്റ് വാലിഡിറ്റിയും ഉണ്ട്. ഇതുവരെ നമ്മൾ ഒരു ഉപകരണത്തെ പല രീതിയിൽ അളന്നു, മുറിച്ചു, പരിശോധിച്ചു. ഇനി അവസാനമായി ഈ ഉപകരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റും എന്ന് നോക്കാം. ഇതാണ് ഫോർമേറ്റീവ് വാലിഡിറ്റി. ഒരു ഉപകരണം നമുക്ക് നൽകുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു പരിശീലന പരിപാടിയോ ഒരു ചികിത്സാ രീതിയോ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന രീതിയാണിത്. ഇവിടെ വെറും അളക്കൽ മാത്രമല്ല, മെച്ചപ്പെടുത്തലാണ് പ്രധാന ലക്ഷ്യം. ഒരു മികച്ച ഉദാഹരണം നോക്കാം. നഴ്സുമാരുടെ ഇടയിൽ നടത്തിയ ഒരു അസസ്മെന്റിൽ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ സ്കിൽസിൽ അവർക്ക് ചില പോരായ്മകളുണ്ടെന്ന് കണ്ടെത്തി. ആ വിവരം എത്ര വിലപ്പെട്ടതാണെന്ന് നോക്കൂ. ആ ഫീഡ്ബാക്ക് ഉപയോഗിച്ച് അവരുടെ ട്രെയിനിംഗ് പ്രോഗ്രാം ഉടൻ തന്നെ മെച്ചപ്പെടുത്താൻ സാധിച്ചു. ഇവിടെ ആ ഉപകരണം ഒരു ഫീഡ്ബാക്ക് ലൂപ്പായി പ്രവർത്തിച്ചു. അതാണ് ഫോർമേറ്റീവ് വാലിഡിറ്റിയുടെ ശക്തി. അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാം. കണ്ടന്റ് വാലിഡിറ്റി ചോദിക്കുന്നത് ഉള്ളടക്കം പൂർണ്ണമാണോ എന്നാണ്. ഫേസ് വാലിഡിറ്റി ചോദിക്കുന്നത് കാഴ്ചയ്ക്ക് കൊള്ളാമോ എന്നും. കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ഉറപ്പുവരുത്തുന്നത് അളക്കുന്നത് ശരിയായ ആശയത്തെ തന്നെയാണോ എന്നാണ്. ക്രൈറ്റീരിയൻ വാലിഡിറ്റി ചോദിക്കുന്നത് ഈ സ്കോറുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നും. അവസാനമായി ഫോർമേറ്റീവ് വാലിഡിറ്റി ഇത് ഉപയോഗിച്ച് കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റുമോ എന്നുമാണ് ഉറപ്പുവരുത്തുന്നത്. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം. അടുത്ത തവണ നിങ്ങളൊരു പേഷ്യന്റ് അസസ്മെന്റ് സ്കെയിൽ കയ്യിലെടുക്കുമ്പോൾ അതിലെ നമ്പറുകൾക്കപ്പുറം ഒരു നിമിഷം ചിന്തിക്കുക. ഈ ഉപകരണം എത്രത്തോളം സത്യസന്ധമാണ്? ഇതിന്റെ വിശ്വാസ്യത ഉറപ്പിക്കാൻ എന്തെല്ലാം പരിശോധനകൾ നടത്തിയിട്ടുണ്ടാവാം? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ പ്രൊഫഷനെ കൂടുതൽ മികച്ചതാക്കാനും രോഗികൾക്ക് ഏറ്റവും നല്ല പരിചരണം നൽകാനും നമ്മളെ സഹായിക്കും.